السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആൻ എല്ലാ ഇൽമിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള, അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിൻ്റെ സിഫത്തായിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് വളരെ മഹത്തായ ഇൽമും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിച്ചിട്ടുള്ളത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യവുമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ ധാരാളം മുഫസ്സിറുകൾ എഴുതിയ തഫ്സീറുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. മുൻഗാമികളിലും പിൻഗാമികളിലും ധാരാളം ആളുകൾ വ്യത്യസ്ത രീതിയിൽ ഖുർആനിനെ വിശദീകരിച്ച് കാണാം. അസറുകളുടെ അടിസ്ഥാനത്തിൽ, ഖുർആനിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ, അദ്വാഉൽ ബയാൻ പോലെ ഇമാം ശൻഖീതി റഹിമഹുല്ലാഹ് എഴുതിയത്, അതുപോലെ ഹദീസിന് മുൻഗണന കൊടുത്ത്, അസറുകൾക്ക് മുൻഗണന കൊടുത്ത്, ഭാഷാപരമായി ഫിഖ്ഹിയായ മസ്അലകളെ പരിഗണിച്ചുകൊണ്ട് റഅയുൽ മഹ്മൂദ്, പ്രശംസിക്കപ്പെടുന്ന റഅയിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത് കാണാം. അതുപോലെ തർബിയത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇമാം സഅദി രചിച്ചതുപോലെ രചിച്ചത് കാണാം. അങ്ങനെ പല രീതിയിൽ ഖുർആൻ്റെ തഫ്സീറുകൾ നമുക്ക് ലഭ്യമാണ്. നാം ഖുർആൻ്റെ തഫ്സീർ പഠിക്കാൻ നാം ഉദ്ദേശിക്കുന്ന സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് സൂറത്ത് ഖാഫ് മുതലുള്ള സൂറത്തുകളാണ്. കാരണം ഖുർആനിലെ സൂറത്തുകളെ ഉലമാക്കൾ 4 തരത്തിൽ വിഭജിച്ചത് കാണാം. മുതവ്വിലാത്തുകൾ, അതുപോലെ മസാനി, അതുപോലെ മുഫസ്സൽ, മുഖസ്സിറാത്ത്. ദീർഘമായിട്ടുള്ള വലിയ 200 അത്രത്തോളം എടുത്തു വരുന്ന ആയത്തുകളുള്ള വലിയ സൂറത്തുകൾ, 100 ആയത്തുകൾ, 100ഓടടുത്ത് അല്ലെങ്കിൽ 100നോട് കുറച്ച് കഴിഞ്ഞ് വരുന്ന അങ്ങനെയുള്ള ആയത്തുകളുടെ എണ്ണം വരുന്ന സൂറത്തുകൾ. പിന്നെ സൂറത്ത് ഖാഫ് മുതൽ ഒരു അമ്മ ജുസ് വരെ വരുന്ന മുഫസ്സലായ, അതിനുശേഷം ചെറിയ സൂറത്തുകൾ, സൂറത്തു അധികം ജൽസല അല്ലെങ്കിൽ ദുഹ, ആ ഭാഗത്തുള്ള സൂറത്തുകളെ ചെറിയ സൂറത്തുകൾ, ഇങ്ങനെ 4ആയി വിഭജിച്ച് കാണാം വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൽ സൂറത്ത് ഖാഫ് മുതലുള്ള സൂറത്തുകളാണ് മുഫസ്സലായ സൂറത്തുകൾ എന്ന് പറയാറുള്ളതും ഉലമാക്കൾ നിസ്കാരങ്ങളിൽ പാരായണം ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും പാരായണം ചെയ്തിരുന്നത് മുഫസ്സലായ സൂറത്തുകളാണെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ സൂറത്തുകളെ ചിന്തിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതുമായതുകൊണ്ട് അത് അല്ലാത്ത സൂറത്തുകൾ ഓതിയിട്ടുണ്ട്, പക്ഷെ ആ സൂറത്തുകൾ അധികമായി ഓതിയതായി നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തഫ്സീറുകൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നാം സൂറത്ത് ഖാഫ് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ ഉദ്ദേശിക്കുന്ന, മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന തഫ്സീറിൻ്റെ പേര് അത്തഫ്സീറുൽ വാളിഹ് അലാ നഹ്ജിസ് സലഫിസ് സാലിഹ് എന്നുള്ളതാണ്. അത്തഫ്സീറുൽ വാളിഹ് അലാ നഹ്ജിസ് സലഫിസ് സാലിഹ്. ആ കിതാബ് അല്ലെങ്കിൽ ഈ തഫ്സീർ രചിച്ചിട്ടുള്ളത് മുഹമ്മദ് നസീബ് അർ-റിഫാഇ റഹിമഹുല്ലാഹ്. ഷാമിൽ ജീവിച്ചിരുന്ന, അഥവാ സിറിയ പ്രദേശത്ത് ജീവിച്ചിരുന്ന, സിറിയയിൽ തൗഹീദിൻ്റെ ദഅവത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മുഹമ്മദ് നസീബ് അർ-റിഫാഇ റഹിമഹുല്ലാഹയാണ് ഈ തഫ്സീർ രചിച്ചിട്ടുള്ളത്. ഈ തഫ്സീറിനെ സംബന്ധിച്ച് മഷ്ഹൂർ അൽ ഹസൻ, ഷെയ്ഖ് അൽബാനിയുടെ ശിഷ്യനും മുഹമ്മദ് നസീബ് അർ-റിഫാഇയുടെ ശിഷ്യനൊക്കെ ആയിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് മഷ്ഹൂർ അൽ ഹസൻ ഹഫിളഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞത് കാണാം, തുടക്കക്കാരായ ആളുകൾ, വിദ്യാർത്ഥികൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, വായിച്ചിരിക്കേണ്ട ഒരു തഫ്സീറാണിത്. കാരണം സലഫുകളുടെ നെഹ്ജിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന, വളരെ എളുപ്പമുള്ള വാക്കുകളാൽ എഴുതിയിട്ടുള്ള ഒരു തഫ്സീറാണ് എന്ന് പറഞ്ഞത് കാണാം. ഈ തഫ്സീർ മുഹമ്മദ് നസീബ് അർ-റിഫാഇ റഹിമഹുല്ലാഹ് എഴുതിയ ഒരു സാഹചര്യം, മുഹമ്മദ് നസീബ് അർ-റിഫാഇ റഹിമഹുല്ലാഹ്ക്ക് തഫ്സീർ ഇബ്നു കസീറിൻ്റെ ഒരു മുഖ്തസറുണ്ട്. തഫ്സീർ ഇബ്നു കസീർ അദ്ദേഹം മുഖ്തസറാക്കി എഴുതിയിട്ടുണ്ട്.
അതിനു പുറമെ തഫ്സീറുൽ ജലാലൈനി അശരി അഖീദയിൽ ഊന്നിക്കൊണ്ടുള്ള തഫ്സീറുൽ ജലാലൈനി പലപ്പോഴും അഹ്ലുസുന്നയുടെ മദ്രസകളിലും പഠിപ്പിക്കാറുണ്ട്. കാരണം ആ തഫ്സീറിന്റെ ശൈലി കാരണത്താൽ, കാരണം ആയത്തുകളെ മുറിച്ച് ചെറിയ വാക്കുകളിൽ വിശദീകരിച്ച് എഴുതുന്ന തഫ്സീർ ജലാലൈനിയുടെ ശൈലി കാരണത്താൽ പല അഹ്ലുസുന്നയുടെ മദ്രസകളിലും അതിന്റെ അശരീയത്തിനെ തിരുത്തിക്കൊണ്ട് തന്നെ പഠിപ്പിക്കാറുണ്ട്. കാരണം അതിന്റെ ശൈലി അത്രയും എളുപ്പമായതുകൊണ്ട്, തുടക്കക്കാർക്ക് പഠിക്കാൻ എളുപ്പമായതുകൊണ്ട്. ആ തഫ്സീർ ജലാലൈനിയുടെ ഒരു ശൈലിയെ ഉപയോഗിച്ച് അതിനെ സലഫി മൻഹജിന്റെ രീതിയിൽ വിശദീകരിച്ചതാണ് ഈ തഫ്സീർ എന്നും ഈ തഫ്സീറിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ തഫ്സീറിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുല്ലാ എന്ന വ്യക്തിയെ അല്ലെങ്കിൽ എന്ന പണ്ഡിതനെ കുറിച്ച് പൊതുവെ സലഫികൾക്കിടയിൽ പോലും കേട്ടറിവ് വളരെ കുറവാണ്. ചിലപ്പോൾ ആ പേര് ആദ്യമായി കേൾക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഈ തഫ്സീറിനെ പൊതുവെ സാധാരണക്കാർക്കിടയിൽ തഫ്സീർ സഅദി പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തഫ്സീർ പോലെയോ അറിയപ്പെടാത്ത അല്ലെങ്കിൽ അറിയാൻ സാധ്യതയില്ലാത്ത തഫ്സീറുമാണ് മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുല്ലയെ കുറിച്ചും അധികം അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചെറിയൊരു ജീവചരിത്രം നാം ആമുഖമായി പറയേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചെറിയൊരു ജീവചരിത്രം ആദ്യം നമ്മൾ പരാമർശിക്കുകയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് നസീബ് ബിൻ അബ്ദുർ റസാഖ് ബിൻ മുഹിദ്ദീൻ അർ-റിഫാഇ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ഹലബിൽ, ഇന്ന് സിറിയ എന്ന് പറയുന്ന ഷാമിന്റെ ഹലബ് പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബമാണ് അർ-റിഫാഇ എന്നുള്ള പറയുന്നത്. റിഫാഇ എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മുഹിദ്ദീൻ മാല പോലെ റിഫാഇ മാല ഒരു ത്വരീഖത്ത് നിലനിൽക്കുന്ന ഷെയ്ഖിന്റെ പേരാണ് റിഫാഇ. ഷെയ്ഖ് ജീവിച്ചത് ഹിജ്റ 578 പിന്നെ മുഹമ്മദ് നസീബ് റിഫാഇ അല്ല, ഇത് ചേർക്കപ്പെടുന്ന റിഫാഇ ഷെയ്ഖ് എന്ന് പറയുന്ന അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ അലി ബിൻ യഹ്യ റിഫാഇ എന്നറിയപ്പെടുന്ന ഷെയ്ഖ്. മുഹിദ്ദീൻ ഷെയ്ഖിനെ പോലെ നമ്മുടെ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും, റിഫാഇ മാല എന്നൊക്കെ പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ ഒരു ത്വരീഖത്തുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നസബിലാണ് മുഹമ്മദ് നസീബ് റിഫാഇ, നമ്മുടെ മുഅല്ലിഫ് റഹിമഹുല്ലാ, ജനിച്ചിട്ടുള്ളത്. അവർ അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കുടുംബ പരമ്പരയിൽ അഹ്ലുൽ ബൈത്തിലേക്ക് ചേർക്കപ്പെടുന്നവരാണ്. ഈ ഷെയ്ഖ് റിഫാഇ അദ്ദേഹത്തിന്റെ പേരിലുള്ള ത്വരീഖത്തിൽ ധാരാളം ഷിർക്കും ഖുറാഫാത്തും സൂഫിയത്തും തസൗഫ് അതുപോലെ ധാരാളം കാര്യങ്ങൾ, പിഴച്ച കാര്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഉലമാക്കൾ പറയുന്നത് ഷെയ്ഖ് റിഫാഇ റഹിമഹുല്ലാ മുഹിദ്ദീൻ ഷെയ്ഖിനെ പോലെ തന്നെ കിതാബിനോടും സുന്നത്തിനോടും കൂറു പുലർത്തിയിരുന്ന, എന്നാൽ അങ്ങേയറ്റത്തെ സുഹൃദ് ഉണ്ടായിരുന്ന, ഇൻകിസാർ ഉണ്ടായിരുന്ന, അള്ളാഹുലേക്ക് ആവശ്യക്കാരനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിലേക്ക് ഈ തരത്തിലുള്ള തസവുഫ് ചേർക്കപ്പെട്ടതാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചില വാക്ക് കാണാം. കുല്ലു ത്വരീഖിൻ ലം യംശി അലൽ കിതാബി വസ്സുന്ന ഫഹുവ സന്ദഖത്തുൻ. ഏതൊരു മാർഗമാവട്ടെ കിതാബിന്റെയും സുന്നത്തിന്റെയും മാർഗമല്ല എങ്കിൽ അത് ദീനിന് എതിരാകുന്ന, സിന്ദീഖാകുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് ഷെയ്ഖ് റിഫാഇ പറഞ്ഞത് കാണാം. അപ്പോൾ ഇവിടെ മുഹമ്മദ് നസീബ് റിഫാഇ ആ റിഫാഇ ഷെയ്ഖിന്റെ കുടുംബ പരമ്പരയിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ പല കിതാബുകളിലും എഴുതിയിട്ടുള്ളൊരു വാക്കാണ് ഫഇന്നനി അർ-റിഫാഇയ്യു നസബൻ വസ്സലഫിയ്യു അഖീദതൻ വമദ്ഹബൻ. നസബ് കൊണ്ട്, കുടുംബ പരമ്പര കൊണ്ട് ഞാൻ റിഫാഇയാണ്, അല്ലാതെ ത്വരീഖത്ത് കൊണ്ടല്ല. എന്നാൽ എൻ്റെ മദ്ഹബ് കൊണ്ടും എൻ്റെ അഖീദ കൊണ്ടും ഞാൻ സലഫിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. ഇനി അദ്ദേഹം ജനിച്ചത് ഹിജ്റ 1332, മീലാദ് 1915 ഹലബിൽ വെച്ചിട്ടാണ്. ഹലബിലാണ് അദ്ദേഹം ജനിക്കുന്നത്, അഥവാ ഇന്നത്തെ സിറിയ, ഷാം എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. റമളാൻ മാസത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം വളരുന്നത് ഈ റിഫാഇ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ആ ഒരു കുടുംബ പരമ്പരയിലാണ്. അതുകൊണ്ട് തന്നെ ദീന് കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് ദീനിയായിട്ട് നിലക്ക് അറിയപ്പെടുന്ന നിലക്കുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വളരുന്നത്. പലപ്പോഴും അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പിൽക്കാലത്ത് ആളുകൾ പറയാറുണ്ടായിരുന്നു, അദ്ദേഹം എങ്ങാനും ആ ത്വരീഖത്തിലായിരുന്നുവെങ്കിൽ, റിഫാഇ ത്വരീഖത്തിലായിരുന്നുവെങ്കിൽ അതിന്റെ ഹലബിലെ ഏറ്റവും വലിയ ഷെയ്ഖായി അദ്ദേഹം മാറുമായിരുന്നു. പക്ഷെ അല്ലാഹു തആല അദ്ദേഹത്തിന് സലഫിയത്തിന്റെ മാർഗം തെരഞ്ഞെടുക്കുകയും അതിലേക്ക് നയിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് കവിതകളോടും അറബി സാഹിത്യത്തിനോടും വലിയ ഒരു താല്പര്യമുണ്ടായിരുന്നു. കവിത, അറബി സാഹിത്യം പോലെയുള്ള കാര്യങ്ങളോട് വലിയ താല്പര്യമുണ്ടായിരുന്നു.
അങ്ങനെയുള്ള കിതാബുകൾ അദ്ദേഹം വായിക്കുകയും കവിത വളരെ ചെറുപ്രായത്തിൽ തന്നെ എഴുതി തുടങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം സിറിയയിൽ ആ കാലഘട്ടത്തിൽ വളർന്നു വലുതാകുന്ന ആ കാലഘട്ടത്തിൽ 1915 ജനിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് 1920 ആ കാലഘട്ടത്തിലാണ്. സിറിയ അന്ന് ഫ്രഞ്ച് കോളനിയാണ്, ഫ്രഞ്ച് ഭരണത്തിന്റെ കീഴിലുള്ള കോളനിയാണ്. അപ്പൊ അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പലതരത്തിലുള്ള വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ സാഹിത്യകാരന്മാരും ഇപ്പൊ ഏത് നാട്ടിലാണെങ്കിലും വിപ്ലവം നടക്കുന്ന സമയത്ത് ആ നാട്ടിലെ സാഹിത്യകാരന്മാരും എഴുത്തുകാരും എല്ലാം വലിയ സ്വാധീനം ചെലുത്തും. അപ്പൊ ആ നിലക്ക് ഇദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു വിപ്ലവത്തിന് പല പേരുകളിലായി വിഭാഗങ്ങളിലായിട്ട് പല സാഹിത്യകാരന്മാരും പല നേതാക്കന്മാരും മുന്നോട്ട് വെച്ചിരുന്ന ഈ ഒരു വിപ്ലവത്തിന്, സിറിയക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള നിലക്ക്, ഫ്രഞ്ച് ഭരണകൂടത്തിൽ നിന്ന് ഒഴിവാകണം എന്ന നിലക്കുള്ള പല വിപ്ലവങ്ങളിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൊണ്ടും അദ്ദേഹത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടെല്ലാം അദ്ദേഹം അതിൽ പൂർണ്ണമായി മുഴുകിയിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു, അതിനുവേണ്ടി പണിയെടുത്തിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ കുറച്ചു കാലത്തേക്ക് ജയിലിൽ അടക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിനെ തടവിലാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ തടവിലാക്കപ്പെടുന്ന സമയത്ത് തന്നെ പല എഴുത്തുകാരും അതുപോലെ തന്നെ പല സാഹിത്യകാരന്മാരും പല അങ്ങനെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ജയിലിലുണ്ടായിരുന്നു. അന്ന് ആ ഫ്രഞ്ച് ഭരണകൂടം ഈ വിപ്ലവം നടത്തിയ ആളുകളെ പിടിച്ച് ജയിലിലാക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ജയിലിലായി. അദ്ദേഹത്തിനോടൊപ്പം മറ്റു പല സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരനും സാഹിത്യകാരനും കവിയുമെല്ലാമായിരുന്നു അബുൻ നസ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അബുൻ നസ്ർ എന്നുള്ളത് അദ്ദേഹം കിതാബുകൾ എഴുതുന്ന ആളായിരുന്നു. ധാരാളം റിസാലകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള റിസാലകൾ തന്നെ ഈ അബുൻ നസ്ർ എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഖാലിദ് ബിൻ വലീദ് എന്ന പേരിൽ, മുആദ് ബിൻ ജബൽ, ഹജ്ജാജ് എന്നീ പേരുകളിൽ ഇവരുടെ ചരിത്രവും അതുപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ധാരാളം എഴുത്തുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോ മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുല്ലയും ദേഹവും ജയിലിൽ തടവിലാക്കപ്പെട്ട അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ തടവിലാക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുല്ല, മുഅല്ലിഫ് റഹിമഹുല്ല, ഈ അബുൻ നസ്ർ എന്ന വ്യക്തിയിൽ നിന്ന് അദ്ദേഹം ജയിലിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റിസാലകളും അദ്ദേഹത്തിന് വായിക്കാനും എഴുതാനുള്ള കിതാബുകളൊക്കെ ആയിട്ടാണ് ജയിലിൽ കിടക്കുന്നത്. അന്ന് ഈ വിപ്ലവത്തിൽ പിടിച്ചിറക്കപ്പെട്ടവർക്ക് അത്ര കണിശമായിട്ടുള്ള അവസ്ഥയില്ല, എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു ജയിലിനകത്ത്. അപ്പൊ അദ്ദേഹം എഴുതിയ കിതാബുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കൊണ്ടുവന്നതിന്റെ ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം അപ്പോൾ മുഹമ്മദ് നസീബ് റിഫായി അദ്ദേഹത്തിന്റെ ഓരോ റിസാലകൾ ഇങ്ങനെ വാങ്ങും. ജയിലിൽ കിടക്കുകയാണ്, ഓരോ റിസാലകൾ വായിക്കും, വീണ്ടും ചോദിക്കും, വായിക്കും, അങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഈ വ്യക്തി പറഞ്ഞു, എന്റെ കയ്യിൽ ഞാൻ എഴുതിയ റിസാലകളൊക്കെ കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് നസീബ് റിഫായി വീണ്ടും ചോദിച്ചു, യാ ഉസ്താദ് ഇബ്ഹത്ത് ലനാ ഹുനാ ഔ ഹുനാക് അൻ കിതാബിൻ ഫഇന്ന ബൈത السبع لا يخلو من العظام. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നോക്കി നോക്ക്, എന്തെങ്കിലുമൊക്കെ ഒരു കിതാബ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു വേട്ടമൃഗത്തിന്റെ വീട്ടിനകത്ത് എല്ലുണ്ടാവാതിരിക്കൂല. അഥവാ വേട്ടമൃഗം വേട്ടയാടി കൊണ്ട മൃഗങ്ങളുടെ എല്ലിന്റെ ബാക്കി എന്തെങ്കിലും അവിടെ ഉണ്ടാവും. അതുപോലെ ഒരു എഴുത്തുകാരന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കിതാബ് ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അബുൻ നസ്ർ മുഹമ്മദ് നസീബ് റിഫായിയോട് പറഞ്ഞു, ഫിൽ ഹഖീഖത്തി ബഖിയ മഈ കിതാബുൻ വാഹിദുൻ ലഅല്ലക ലാ തഫ്ഹമു. സത്യമായിട്ട് എൻ്റെ ഒരു കിതാബ് ഇനി ബാക്കിയായിട്ടുള്ളത്, പക്ഷെ ആ കിതാബ് നിനക്ക് മനസ്സിലാവൂല എന്ന് പറഞ്ഞു. നിനക്ക് ആ കിതാബ് മനസ്സിലാവൂല. അബുൻ നസ്റിനെ അറിയാം, ഇത് റിഫായി ത്വരീഖത്തിൽ വളർന്നു വന്നിട്ടുള്ള ആ ത്വരീഖത്ത് പിൻപറ്റുന്ന ആ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് അറിയാം. അപ്പൊ എൻ്റെ ഇനി ഒരു കിതാബേ ബാക്കിയുള്ളൂ, അത് നിനക്ക് മനസ്സിലാകാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഫഖുൽതു ലഹു, മുഹമ്മദ് നസീബ് റിഫായി പറയുകയാണ്, ലിമ ഹൽ ഹുവ ബിൽ ഫറൻസിയ. അപ്പൊ ചോദിച്ചു, എന്താ ഫ്രാൻസ് ഭാഷയിലാണോ അത്? അതായത് എനിക്ക് മനസ്സിലാവാതിരിക്കാൻ ഫ്രാൻസ് ഭാഷയിലാണോ ഫ്രഞ്ച് ഭാഷയിലാണോ അത് ചോദിച്ചു. കാലല്ല. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഇല്ല, ബൽ ബിൽ അറബി, അറബി ഭാഷയിലാണ്. ഫഖുൽതു ഇദൻ ഹാത്തി. അപ്പൊ പറഞ്ഞു, എനിക്ക് തായോ, എന്നാ ഞാൻ വായിച്ചു നോക്കട്ടെ. അപ്പൊ പറഞ്ഞു, ഫഖാല ലഅല്ലഹു ലാ യുഅ്ജിബ്, നിനക്കത് ഇഷ്ടാവൂല, നിനക്കത് വായിക്കാൻ ഇഷ്ടം തോന്നൂല, നിനക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ഫഖാല ശൈഖുന, അപ്പൊ പിന്നെ മുഹമ്മദ് നസീബ് റിഫായി വീണ്ടും പറഞ്ഞു, ഹാത്തിൽ കിതാബ്, നിങ്ങൾ എന്തായാലും ആ കിതാബ് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കിതാബ് അബുൻ നസ്ർ എന്ന വ്യക്തി പുറത്തെടുത്തു കൊടുത്തപ്പോൾ ആ കിതാബ് ഏതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മജ്മൂഅത്തുർ റസാഇൽ വൽ മസാഇൽ എന്ന പേരിലുള്ള ഇബ്നു തൈമിയ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ റിസാലകൾ ക്രോഡീകരിച്ചിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഫത്വകൾ ക്രോഡീകരിച്ചിട്ടുള്ള, അദ്ദേഹത്തിന്റെ കിതാബുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഗ്രന്ഥമായിരുന്നു എടുത്തു കൊടുത്തത്. ഇതാണ് ബാക്കിയുള്ള ഒരു കിതാബ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ കിതാബ് വാങ്ങി അദ്ദേഹം തുറന്നു നോക്കി. അദ്ദേഹം തുറന്നു നോക്കുമ്പോൾ ആദ്യത്തിലല്ല തുറന്നത്,
അദ്ദേഹം ഇടയിൽ എവിടുന്നോ ആ കിതാബിന്റെ ഏതോ ഒരു ഭാഗം എടുത്തിട്ട് അദ്ദേഹം തുറന്നപ്പോ അതിന്റെ തലക്കെട്ട് കണ്ടത് മുനാവറത്ത് ഇബ്നു തൈമിയ്യ അൽ അലനിയ്യ ലിദജാജലത്തിൽ ബതാഇഹ ദിഫാഇയ്യ എന്ന തലക്കെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്നു തൈമിയ്യ പരസ്യമായി നടത്തിയ സംവാദം ആരുമായിട്ട്? കള്ളം പറയുന്ന, കള്ളത്തരം പടച്ചുവിടുന്ന റിഫായി ത്വരീഖത്തിൽപ്പെട്ട ബത്തായിഹാക്കളുമായിട്ട് നടത്തിയ സംവാദം എന്നുള്ളതാണ് കാണുന്നത്. അതായത് ബത്താഹിയ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് റിഫായിയുടെ ജന്മസ്ഥലം ഇറാഖിന്റെ തെക്ക് ഭാഗത്തുള്ള സ്ഥലമാണ് ബത്താഹിയ എന്നുള്ളത്. അവിടെയാണ് ഷെയ്ഖ് റിഫായി ജനിച്ചത്. അതുകൊണ്ട് അവിടെയുള്ള ആളുകളിലേക്ക് ചേർക്കപ്പെട്ടിട്ടാണ് ആ പേര് പറയുന്നത്. എന്നിട്ട് മുഹമ്മദ് നസീബ് റിഫായി റഹിമുള്ള പറയുന്നുണ്ട്, ഈ തലക്കെട്ട് ഞാൻ വായിച്ചപ്പോൾ തന്നെ എന്റെ തലയിൽ ഒരു ഇടുത്തി വീണ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം പിൻപറ്റുന്ന ത്വരീഖത്താണ് റിഫായി ത്വരീഖത്ത്. ആ ആളുകളെയാണ് വെറും കളവ് പറയുന്ന, കപട നിറഞ്ഞ പിഴച്ച വാദക്കാരാണ് എന്ന നിലക്ക് തലക്കെട്ടിലായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ മുഹമ്മദ് നസീബ് റിഫായി റഹിമുള്ളക്ക് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ഇബ്നു തൈമിയ്യനെ ചീത്ത പറയാൻ തുടങ്ങി. ഇബ്നു തൈമിയ്യനെ പല രീതിയിൽ ചീത്ത പറയാനും ആക്ഷേപിക്കാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹം കിതാബ് ഇപ്പോൾ വായിച്ചില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും കുറച്ച് ദിവസങ്ങൾ അവിടെ ജയിലിൽ തന്നെ കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പിന്നെയും അദ്ദേഹത്തിന് സമയം ലഭിച്ചു. അദ്ദേഹം വീണ്ടും അത് തുറന്ന് ആദ്യം ഈ ഫസ്ല് ഈ റിഫായി ത്വരീഖത്തിനെതിരെ അല്ലെങ്കിൽ അതിന്റെ ആളുകളുമായി നടത്തിയ സംവാദം, അത് അറിയപ്പെട്ട സംവാദമാണ്. പരസ്യമായിട്ട് ദമസ്കസിൽ വെച്ച് നടന്നൊരു സംവാദമാണ്. ഇറാഖിൽ നിന്ന് ഈ റിഫായി ത്വരീഖത്തിന്റെ ആളുകൾ, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് തീയിലൂടെ നടക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള അത്ഭുത സംഭവങ്ങൾ ഇതൊക്കെ ത്വരീഖത്തിന്റെ വഴിയിലൂടെ ചെയ്യാൻ പറ്റുമെന്ന നിലക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പൊ അവരുമായിട്ട് പരസ്യമായി സംവാദം നടത്തി ഖുർആനും സുന്നത്ത് കൊണ്ടും എതിർത്ത് ഇബ്നു തൈമിയ്യ അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ് ഈ എഴുത്ത്, ഈ ഒരു റിസാല എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സമയമുണ്ട്, ജയിലിൽ കിടക്കുകയാണ്. മുഹമ്മദ് നസീബ് റിഫായി റഹിമഹുല്ലാ അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങി. ആ ഫസ്ല് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് തുടങ്ങി? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞ ആ വാക്കുകൾ, ആ ത്വരീഖത്തിന്റെ കുറവുകൾ അതെല്ലാം മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കിതാബ് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ വായിക്കണം. അങ്ങനെ ആ ജയിലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ സൂഫികൾ അവരുടെ സുൽത്താനുൽ ഔലിയ എന്ന് പറയുന്ന ഇബ്നു അറബിയെ സംബന്ധിച്ച് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഇബ്നു അറബി സുൽത്താനുൽ ഔലിയ ഇൻദഹു മിനൽ കുഫ്രി മാ ഇൻദഹു, എന്നാൽ ആ ഇബ്നു അറബിയുടെ അടുക്കൽ ആവശ്യത്തിന് കുഫറുമുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു അറബിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബിദ്അത്തും ഖുറാഫാത്തും അദ്ദേഹം പറഞ്ഞ കുഫറുകളും എല്ലാം ഖുർആനിന്റെ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഇബ്നു തൈമിയ്യ റദ്ദ് ചെയ്യുന്നത് മുഹമ്മദ് നസീബ് റിഫായി റഹിമഹുല്ലാ അത് വായിച്ചു. അങ്ങനെ ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് യഥാർത്ഥ ഹക്കായിട്ടുള്ള മാർഗം അത് ഈ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പഠിപ്പിച്ച സലഫുകളുടെ മാർഗമാണ് എന്നും തൗഹീദാണെന്നും സുന്നത്താണെന്നും ബോധ്യപ്പെടുകയും അദ്ദേഹം അതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ ആ ജയിലിൽ കഴിയുന്ന കാലത്ത് തന്നെ അന്ന് അവിടെ ജയിലിൽ അദ്ദേഹത്തിന് പുകവലിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. പുകവലിക്കാനൊക്കെ ലഭ്യമാണ്. അങ്ങനെ അദ്ദേഹം പുകവലി നിർത്തിയിട്ട് ആ പുകവലിക്കാൻ ലഭിക്കുന്ന സമ്പത്തോ അല്ലെ പണമോ എന്തോ കാര്യമുണ്ട്, അത് അദ്ദേഹം എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വരുന്ന കുടുംബക്കാർക്ക് കൊടുത്ത് കുടുംബക്കാരോട് പോയിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കിതാബുകൾ വാങ്ങിയിട്ട് വരാൻ പറയും. അങ്ങനെ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കിതാബുകളെല്ലാം ആ ജയിലിൽ ഇരുന്നു കൊണ്ട് എത്രയാണോ വായിക്കാൻ സാധിക്കുക അത്രയും അദ്ദേഹം വായിക്കുകയും അദ്ദേഹത്തിന്റെ അഖീദ ഏറ്റവും ശരിയാവുകയും സലഫുകളുടെ മൻഹജ് പിൻപറ്റുകയും ചെയ്തു. അങ്ങനെ ഷെയ്ഖ് പറയുകയാണ്, അങ്ങനെ ഞാൻ ആ ജയിലിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. വഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ലഇൻ അഖ്റജനില്ലാഹു മിൻ ഹാദൽ സിജ്ൻ ലഅൻശറന്ന ഹാദൽ ഹഖ് വഹാദൽ മൻഹജ്. അള്ളാഹു എങ്ങാനും എന്നെ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ ഒരു ഹഖിനെ, ഈ ഒരു മൻഹജിനെ ഞാൻ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം സലഫി മൻഹജിലേക്ക് വരുന്നത്. ആ ജയിലിൽ കിടന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കിതാബുകൾ വായിച്ച് അതിൽ നിന്നാണ് യഥാർത്ഥ തൗഹീദിന്റെ അഖീദയും സലഫി മൻഹജും അദ്ദേഹം മനസ്സിലാകുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം ഈ ഒരു ഹഖിനെ ദഅവത്ത് ചെയ്യുന്നിടത്ത് വളരെ വലിയ ത്യാഗം സഹിച്ചിട്ടുള്ള ജീവിതമായിരുന്നു. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ നാട്ടുകാരെയും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകളെയും എല്ലാം ഈ ശരിയായ അഖീദയിലേക്ക് വിളിച്ചു. ബിദ്അത്തിന്റെയും തസവ്വുഫിന്റെയും ഇസ്തിഗാസത്തുൽ മഖ്ലൂഖ്, സൃഷ്ടികളോട് ഇസ്തിഗാസ നടത്തും. അന്ന് അത് വ്യാപകമായിരുന്നു. അവിടെ അതാണ് ദീന് ഉണ്ടായിരുന്നത്. അതിനെതിരെ ശക്തമായി അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി ഈ ദഅവത്ത് തുടങ്ങിയ സമയത്ത്
തസവുഫിൽ അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഈ ഒരു പാതയിൽ റിഫായി ത്വരീഖത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിന്റെ പിന്നെ ഒരു കസിൻ ഇബ്നു അം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ലിമാദാ ലാ തദ്ഹബു ഇൻദ ശൈഖിനാ മുഹമ്മദ് നബ്ഹാൻ. അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന ഈ റിഫായി ത്വരീഖത്തിലെ അറിയപ്പെട്ട ഷെയ്ഖായിട്ടുള്ള ഷെയ്ഖ് നബ്ഹാന്റെ അടുക്കലേക്ക് നിനക്ക് എന്തുകൊണ്ട് വന്നുകൂടാ, ഒന്ന് സംസാരിച്ചുകൂടാ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്, നമുക്കറിയാം. ഒരു ഹക്ക് ഈ തൗഹീദ് ഉൾക്കൊണ്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ ആ നാട്ടിലെ ബിദ്അത്തിന്റെ നേതാക്കൾ സംസാരിക്കാൻ വന്നുകൂടെ എന്ന നിലക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ സംസാരിക്കാൻ വന്നുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഈ പിന്നെ തന്റെ കസിനോടൊപ്പം ഇബ്നു അമ്മിനോടൊപ്പം ചെല്ലുകയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് ചോദിക്കുകയും ആ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഷെയ്ഖ് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചു. അങ്ങനെ ഖുർആനും സുന്നത്തും കൊണ്ട് ഇബ്നു തൈമിയ്യയുടെ കിതാബുകളിൽ നിന്ന് ലഭിച്ച ഖുർആനും സുന്നത്തും കൊണ്ടുള്ള തൗഹീദും സലഫി മൻഹജും അദ്ദേഹം പറയുകയും ഈ പഴച്ച തസവുഫിന്റെ വാദങ്ങളെ എതിർക്കുകയും ചെയ്തു. അങ്ങനെ ഇത് ആവർത്തിച്ചപ്പോഴും അവിടുത്തെ ഈ തസവുഫിന്റെ ഷെയ്ഖ് നബ്ഹാൻ എന്നുള്ളത് തിരിച്ച് ഈ തെളിവുകളോ അല്ലെങ്കിൽ അതിനുള്ള മറ്റു മറുപടികളോ അല്ല തരുന്നുണ്ടായിരുന്നത്. ആ ഷെയ്ഖ് തിരിച്ചു പറഞ്ഞത് ഇബ്നു അറബി പറഞ്ഞ വാക്കുകളാണ്. തസവുഫിന്റെ ഏറ്റവും പിഴച്ച വാദക്കാരനായിരുന്ന അവരെ ഇമാമായി കാണുന്ന, അവരെ സുൽത്താനുൽ ഔലിയ ആയിട്ട് കാണുന്ന ആളാണ് ഇബ്നു അറബി. ഇബ്നു അറബി പറഞ്ഞ പിഴച്ച വാദങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് മറുപടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഷെയ്ഖ് തിരിച്ചു പറഞ്ഞു, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇബ്നു അറബിയിൽ സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില കുഴപ്പങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഷെയ്ഖ് നബ്ഹാൻ ഇവരോട് സൗഫിന്റെ ഷെയ്ഖ് തിരിച്ചു പറഞ്ഞു, ഇബ്നു തൈമിയ്യ യുആദിൽ ഔലിയ, ഔലിയാക്കളോട് എതിരായി നിൽക്കുന്ന ആളാണ് ഇബ്നു തൈമിയ്യ എന്ന നിലക്ക് പറഞ്ഞു. അപ്പോ മുഹമ്മദ് നസീബ് അൽ റിഫായി തിരിച്ചു പറഞ്ഞു, ഇവിടെ ഇബ്നു അറബിയുടെ കവിതകളിൽ ഒരു വരി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വമൽ കൽബു വലൽ ഖിൻസീറു ഇല്ലാ ഇലാഹുനാ വമല്ലാഹു ഇല്ലാ റാഹിബുൻ ബികനീസ. ഇബ്നു അറബി പറഞ്ഞൊരു വാക്കാണ്, ഏത് നായയോ ഏത് പന്നിയാവട്ടെ അതൊക്കെ നമ്മുടെ ഇലാഹാണ്. പിന്നെ ഏതൊരു പള്ളിയിലുള്ള പുരോഹിതനും അല്ലെങ്കിൽ ഏതൊരു പുരോഹിതനും ഏത് വിഭാഗത്തിലാവട്ടെ, പള്ളിയിലച്ഛനാവട്ടെ, ഏത് വിഭാഗത്തിലോ ജൂതനാവട്ടെ ആരാവട്ടെ, അവരൊക്കെ അള്ളയാണ് എന്നുള്ള ഈ കവിത തിരിച്ചു പറഞ്ഞു. ഇതിൽ പറഞ്ഞു നോക്കൂ, ഇതെന്തൊരു പിഴച്ച കുഫറിന്റെ വാദമാണെന്ന്. അപ്പൊ ആ ഷെയ്ഖ് തിരിച്ചു പറഞ്ഞു, യാ ബനി ലാ തഅരിഫുൽ അറബിയ്യ, മോനെ നിനക്ക് അറബി അറിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോ ഈ മുഹമ്മദ് നസീബ് റിഫായി എന്ന് പറഞ്ഞു, എനിക്ക് അറബി നന്നായിട്ട് അറിയാം, ഞാൻ അറബി കവിതകൾ എഴുതുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഷെയ്ഖ് തിരിച്ചു ചോദിച്ചു, നിനക്കറിയില്ല അറബി ഭാഷയിൽ ഹദ്ഫുൽ മുദാഫ് എന്നുള്ള മസ്അലയുണ്ട്, മുദാഫിനെ ഹദ്ഫ് ചെയ്തിട്ട് പറയാം എന്ന നിലക്ക്. എന്നിട്ട് ആ ഷെയ്ഖ് തിരിച്ചു പറഞ്ഞു കൊടുത്തു അതിന്റെ ശരിക്കുള്ള അർത്ഥം, മൽ കൽബു വൽ ഖിൻസീർ ഇല്ലാ ഖൽഖു ഇലാഹിന വമല്ലാഹു ഇല്ലാ ഖാലിഖു റാഹിബി ബികനീസ. അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നായയും പന്നിയും നമ്മുടെ ഇലാഹിന്റെ സൃഷ്ടിയാണ്. പള്ളിയിലുള്ള അല്ലെങ്കിൽ ഒരു പുരോഹിതനാണെങ്കിൽ ആ പുരോഹിതന്റെ ഖാലിഖാണ് അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് നസീബ് റിഫായി പറഞ്ഞു, അറബി ഭാഷയിൽ അങ്ങനെ ഒരു നിയമമില്ല. ഒരിക്കലും ഹദ്ഫുൽ മുദാഫ് ഹസറിന് ശേഷമോ നഫീന് ശേഷമോ പറയുകയില്ല, ഭാഷയിലെ ചില നിയമങ്ങളാണ്. ആ ഹദ്ഫുൽ മുദാഫ് ഈ നിലക്ക് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന രീതിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഷെയ്ഖ് പറയുന്നത്, ഇബ്നു അറബി പറയുന്നത് ഐനു തൗഹീദാണെന്ന് പറഞ്ഞു. അപ്പോ പിന്നെ പറഞ്ഞു അത് ഐനുൽ കുഫറാണെന്ന് പറഞ്ഞു. അപ്പൊ ഷെയ്ഖ് അവസാനം ചോദിച്ചു, ഞാനൊക്കെ പറയുന്നത് ഇബ്നു അറബി പറഞ്ഞ വാക്കാണ്, അങ്ങനെ പറഞ്ഞാൽ ഞാനും കാഫിറാകുമോ? അപ്പോ മുഹമ്മദ് നസീബ് റിഫായി തിരിച്ചു പറഞ്ഞു, എന്നാൽ നിങ്ങളും കാഫിര്യങ്ങളിൽ പെട്ട ആളുകളാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആകെ പ്രശ്നമായി. ശിഷ്യന്മാർ മുഹമ്മദ് നസീബ് റിഫായിനെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങുന്ന അവസ്ഥയെത്തി. പിന്നെ അവിടുന്ന് പോകുന്നു, കാരണം ഉന്നതമായ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. പിന്നീട് മുഹമ്മദ് നസീബ് റിഫായി അദ്ദേഹത്തിന്റെ നാട്ടിൽ ദഅവത്തിനായിക്കൊണ്ട് അങ്ങാടികളിലും മറ്റെല്ലാ കഴിവിന്റെ പരമാവധി തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പോകുമായിരുന്നു. അദ്ദേഹം അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് ആളുകൾ വിളിച്ചു പറയുമായിരുന്നു, പിന്നെ വഹാബി അല്ലാഹുമ്മ സല്ലി അലൻ നബി, ഇതാ ഒരു വഹാബി വരുന്നുണ്ട്, നബിയുടെ മേലെ സ്വലാത്ത് ചെല്ലുക എന്ന് പറയാറുണ്ട്. കാരണം അന്നും ഇന്നും ആളുകൾ ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് വഹാബികൾ എന്ന് പറയുന്നാൽ ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിലേക്ക് ചേർത്തിക്കൊണ്ട് സലഫികൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചെല്ലാത്ത ആളുകളാണ്. അപ്പോൾ മുഹമ്മദ് നസീബ് റിഫായി അങ്ങാടിയിൽ ഒരു തലക്കൽ കണ്ടാൽ അവരിങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങും, ദാ വഹാബി വരുന്നുണ്ട്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചെല്ലുക. മുഹമ്മദ് നസീബ് റിഫായി അൽഹംദുലില്ലാഹ് പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ ജഅല വജ്ഹി യുദക്കിറുകും ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സ്തുതി, എന്റെ മുഖത്തെ
അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചെല്ലാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റിയല്ലോ എന്ന നിലക്ക് അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാലം ക്ഷമിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുകയും അവിടെ ധാരാളം ആളുകൾ, ധാരാളം ചെറുപ്പക്കാർ ഈ അഖീദയിലേക്കും തൗഹീദിലേക്കും വരികയും അദ്ദേഹം അങ്ങനെ ഒരു കൂട്ടം സംഘത്തെ ആ നാട്ടിൽ ഉണ്ടാക്കുകയും അതിന് ജമിഅത്തു ദഅവത്തുൽ മുഹമ്മദിയ്യ ലിസ്സിറാത്തിൽ മുസ്തഖീം ബൈത്തുൽ തൗഹീദ് എന്ന പേരിൽ അദ്ദേഹം ദഅവത്തിന്റെ ഒരു കേന്ദ്രം തന്നെ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്ക് കാണാം. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും വാദിക്കുന്നില്ല ഞാനല്ലാതെ ഒരു സലഫിയും അന്ന് ഹലബിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. എനിക്കങ്ങനെ ഒരു വാദമല്ല. അദ്ദേഹം പറയാണ്, എനിക്കങ്ങനെ ഒരു വാദമല്ല. കാരണം പല ആളുകളും ഈ സലഫിയത്ത് മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷെ അവർ വെളിവാക്കാൻ പേടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവം പറയാണ്. ഒരു ദിവസം അദ്ദേഹം ഈ തൗഹീദ് പ്രചരിപ്പിക്കുന്ന മാർഗത്തിലായിക്കൊണ്ട് അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ അവിടുത്തെ ന്യായാധിപന്മാരിൽ ഖാളിമാരിൽ ഒരാൾ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ വീട്ടിൽ വരണം എന്ന നിലക്ക്, എൻ്റെ വീട്ടിൽ ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ള നിലക്ക് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി എപ്പോൾ അദ്ദേഹം കഥകളെല്ലാം അടച്ച്, ഈ ഖാളി കഥകളെല്ലാം അടച്ച് ഈ മുഹമ്മദ് നസീബ് റിഫായി റഹിമഹുള്ളാഹിക്ക് കുറഞ്ഞ ശബ്ദത്തിൽ ഒരു കിതാബ് കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹാദാ യുഫീദുക്, ഇത് നിനക്ക് ഉപകാരപ്പെടും, ലാകിൻ ലാ തുഖ്ബിർ അഹദൻ അന്നി അഅതൈതുക ഇയ്യാഹ്, പക്ഷെ ഞാനാണത് തന്നത് എന്ന് ആരോടും പറയരുത്. ഒരു കിതാബ് കൊടുത്തിട്ട് ഇത് നിനക്ക് ഉപകാരപ്പെടും, ഇത് ഞാനാണ് തന്നതെന്ന് ആരോടും പറയരുത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ കിതാബ് ഏതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ ഉസൂൽ സലാസുൽ ഉസൂൽ എന്നുള്ള കിതാബായിരുന്നു അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, ധാരാളം ആളുകൾ അന്ന് അവിടെ സലഫിയത്ത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുമായി കണ്ടുമുട്ടിയ സംഭവം കാണാം. അദ്ദേഹത്തിന്റെ അടുക്കൽ ധാരാളം ശിഷ്യന്മാരായൊക്കെ വർദ്ധിച്ച് ആളുകൾ തൗഹീദും ഇതെല്ലാം പഠിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി വേറെ നാടുകളിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. ചില വിദ്യാർത്ഥികൾ അവർക്ക് കൂടുതൽ ഇൽമിന്റെ ധാരാളം ഫന്നുകൾ പഠിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ദമസ്കസിലേക്ക് പോകാൻ വേണ്ടി മുഹമ്മദ് നസീബ് റിഫായി റഹിമഹുള്ള പറയുകയും അവിടെ അന്ന് ജീവിച്ചിരുന്ന ഷെയ്ഖ് ബഹ്ജത്തുൽ ബൈത്താർ എന്ന പേരുള്ള ഷെയ്ഖിന് കത്ത് എഴുതുകയും പറഞ്ഞു, ഇങ്ങനെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നുണ്ട്, ഇവർക്ക് ആവശ്യമുള്ള നിലയിൽ പഠിക്കാനുള്ള സൗകര്യം വേണം എന്ന നിലക്ക് അദ്ദേഹം കത്തെഴുതി. അങ്ങനെ ഈ വിദ്യാർത്ഥികൾ ഷാമിലേക്ക് എത്തിയ സമയത്ത് ആ ഷാമിൽ നിന്ന് ഈ ഷെയ്ഖിന് തിരിച്ച് അവരൊരു കത്തെഴുതി, ഞങ്ങൾ ഇവിടെ സലഫിയായിട്ടുള്ള ഷെയ്ഖിനെ കണ്ടെത്തിയിട്ടുണ്ട്, ആ ഷെയ്ഖ് ബഹ്ജത്തുൽ ബൈത്താറിനേക്കാളും അറിവുള്ള ആളായിട്ടാണ് മനസ്സിലാകുന്നത്, ആ ഷെയ്ഖിന്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് നാസുദ്ദീൻ അൽ അൽബാനി എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഹമ്മദ് നസീബ് റിഫായിക്ക് തിരിച്ച് കത്തെഴുതി. ഈ കത്ത് ലഭിച്ച ഉടനെ തന്നെ മുഹമ്മദ് നസീബ് റിഫായി അദ്ദേഹത്തിന്റെ യാത്രക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും മറ്റുമെല്ലാം എടുത്തുകൊണ്ട് ഷെയ്ഖ് അൽബാനിയെ പരിചയപ്പെടാൻ വേണ്ടി അദ്ദേഹം യാത്ര പോവുകയും ഷെയ്ഖ് അൽബാനിയുമായി കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ സലഫി ദഅവയിൽ ഒപ്പം കൂടുകയും അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഹലബിലേക്ക് ദർസ് എടുക്കാൻ വരണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ പിന്നീട് മാസത്തിൽ 3 ദിവസം ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ഇവരുടെ അടുക്കലേക്ക്, ഇവരുടെ വിദ്യാർത്ഥികളിലേക്ക് സലഫി ദഅവത്തിന് വേണ്ടി ദഅവത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഷെയ്ഖ് വരാറുണ്ടായിരുന്നു, ഷെയ്ഖ് അൽബാനി വരാറുണ്ടായിരുന്നു. മാസത്തിൽ 3 ദിവസം വെച്ചിട്ട് പഠിപ്പിക്കാൻ സലഫി ദഅവക്ക് വേണ്ടി ഷെയ്ഖ് അൽബാനി വരാറുണ്ടായിരുന്നു എന്ന് കാണാം. ഷെയ്ഖ് അൽബാനിയിൽ നിന്നും അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ഈ ദഅവ മേഖലയിൽ വളരെ വലിയ പരീക്ഷണം അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. കാരണം ഭരണകൂടവും നാട്ടുകാരും എല്ലാം എതിരായിട്ടുള്ള ആ ദഅവയിൽ അദ്ദേഹം അനുഭവിച്ച വലിയൊരു ത്യാഗം ഒരു ഘട്ടത്തിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു സമയത്ത് അദ്ദേഹത്തെ തടവിലാക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു സംഭവം, ഒരിക്കലൊരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊരു ചെറുപ്പക്കാരൻ വന്നു. ചെറുപ്പക്കാരൻ കതക് മുട്ടി വന്നു. അങ്ങനെ കതക് തുറന്നപ്പോൾ ആ വ്യക്തി ചോദിച്ചു, അൻതുമുൽ വഹാബിയ്യ, നിങ്ങളാണോ വഹാബികൾ എന്ന് ചോദിച്ചു. നിങ്ങൾ വഹാബികളാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പറയുന്നുണ്ട് ഇന്നൽ അസാ അഫ്ളൽ മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അഫ്ളലായിട്ടുള്ള ഒരു വടിയാണ് എന്നുള്ള വാദം നിങ്ങൾ പറയുന്നുണ്ട് എന്ന് കേട്ടു. വന്നക്കും ലാ തുഹിബ്ബൂന സലാത്ത അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബിയുടെ മേലെ സലാത്ത് ചെല്ലുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള നിലക്ക് കേട്ടു. ഇതാണ് അന്നത്തെ അവിടെയുള്ള തസവുഫിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ശുബ്ഹത്തുകൾ ഇതായിരുന്നു. ഇങ്ങനെ കുറെ ശുബ്ഹത്തുകൾ ഇതൊക്കെ ചോദിച്ചു. അങ്ങനെ മുഹമ്മദ് നസീബ് റിഫായി ചെറുപ്പക്കാരനോട് പറയുകയും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ആ പറയുന്ന ഓരോ കൂട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു സുന്നിയും സലഫിയും ചെയ്യുന്ന സ്വലാത്ത് ചെല്ലുകയും എല്ലാം ചെയ്തു.
അങ്ങനെ സ്വലാത്ത് ചെല്ലുന്നതും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വലാത്ത് ചെല്ലാതെ എങ്ങനെയാണ് നിസ്കാരം ശരിയാവുക, ഞങ്ങൾ സ്വലാത്ത് ചെല്ലുന്നവരാണ്. ആ കാര്യം, ആ സംസാരത്തിന് ശേഷം ആ വന്ന വ്യക്തിക്കും ഈ തൗഹീദ് യഥാർത്ഥത്തിൽ മനസ്സിലാവുകയും ആ തസൗഫിന്റെ ബാധ ഒഴിവാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ വ്യക്തി വന്നത് ചില ആളുകൾ ഈ മുഹമ്മദ് നസീബ് റിഫായിയെ കൊല്ലാൻ വേണ്ടി കയ്യിൽ ഒരു കത്തിയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചതായിരുന്നു ഈ ചെറുപ്പക്കാരനെ. മുഹമ്മദ് നസീബ് റിഫായിയെ കൊല്ലാൻ കത്തിയുമായി വന്നാൽ ആ കത്തി പുറത്തെടുത്ത് കാണിച്ചു കൊടുത്തു, എന്നെ ഇങ്ങനെ വിട്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു വലിയ പീഡനം നൽകാനുണ്ടായ ഒരു സംഭവം, അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഷെയ്ഖ് അൽബാനിയുടെ അടുക്കൽ നിന്ന് അദ്ദേഹം പിന്നീട് മിസ്രിലേക്കും സൗദിയിലേക്കും എല്ലാം പോയിട്ടുണ്ട്. ഒരുപാട് യാത്രകൾ പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മലിക് ഫൈസൽ റഹിമഹുല്ലാ, അദ്ദേഹം സൗദിയുടെ ഭരണാധികാരിയായിരുന്ന കാലഘട്ടത്തിൽ 1965 മലിക് ഫൈസൽ അൽ ഹൽഫുൽ ഇസ്ലാമി അൽ വഹദത്തുൽ ഇസ്ലാമിയ, മുസ്ലിമീങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരുങ്ങിയിരുന്നു, അതിന്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട്. അങ്ങനെ ഈ കാര്യം വളരെ നല്ലതാണെന്ന് തോന്നിയ മുഹമ്മദ് നസീബ് റിഫായി മലിക് ഫൈസലിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു കവിത എഴുതുകയുണ്ടായി. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും അന്നത്തെ രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളാലും ഈ സിറിയയുടെ ഭരണകൂടത്തിനും ഈ കാര്യം അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മുഹമ്മദ് നസീബ് റിഫായിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നു. എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് വെച്ചാൽ ഈ കവിത എഴുതിയതിന്റെ പേരിൽ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യാൻ വന്ന ആള് പറഞ്ഞ വളരെ നല്ലൊരു വാക്ക് കാണാം. അവർ പറഞ്ഞു, നഹ്നു നഅലമു അന്ന കുല്ല ശുയൂഇയ്യിൻ വലാഉഹു ലിമോസ്കോ വകുല്ലു സലഫിയ്യിൻ വലാഹു ലിസൗദിയ. ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഏതൊരു കമ്മ്യൂണിസ്റ്റിനും ഇഷ്ടമുണ്ടാവുന്ന നാടായിരിക്കും മോസ്കോ. അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ, റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസത്തിന്റെ ഒരു വലിയ നാടായിട്ട് അറിഞ്ഞിരുന്നത്. അപ്പൊ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും അതിനോടായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അതേപോലെ ഏതൊരു സലഫിക്കും ഇഷ്ടമുണ്ടാവുക സൗദിയോടായിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വന്ന ഒരാള് പറഞ്ഞു. അപ്പോ മുഹമ്മദ് നസീബ് റിഫായി പറഞ്ഞു, നഹ്നു മആശിറു സലഫിയ്യീൻ, ഞങ്ങൾ സലഫികൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ദഅവത്തുൻ നാസ് ലിത്തൗഹീദ്, ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കാനും തഅലീമുഹും സുന്നത്തി നബിയിഹിം, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിപ്പിക്കാനുമാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്, അതിനാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ ഈ കവിത എഴുതി ചോദിച്ചപ്പോൾ നല്ലൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ആ കവിത ഞാൻ എഴുതിയത് എന്ന നിലക്കൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പല രീതിയിൽ ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഉപദ്രവം സഹിക്കവയ്യാതെ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചിട്ട് അതുപോലും ഓർത്ത് പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ടായത് കാണാം. അതുപോലെ അദ്ദേഹം ഒരിക്കൽ അവിടുത്തെ നാട്ടിലുണ്ടായിരുന്ന ഒരു ഷെയ്ഖിന് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മുഫ്തിയുടെ അടുക്കൽ അദ്ദേഹം ഈ മുഖ്തസർ തഫ്സീർ ഇബ്നു കസീറിന്റെ മുഖ്തസർ അദ്ദേഹം എഴുതിയിട്ട് അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ തബഅകൾ പുറത്തിറക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആ മുഫ്തി അത് പരിശോധിക്കുകയും അത് പരിശോധിച്ചതിന് ശേഷം ഇതിന്റെ ഹവാഷി അഥവാ അതിന്റെ അടിക്കുറിപ്പുകളിലെല്ലാം സലഫിയത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സലഫുകളുടെ ഉദ്ധരണികൾ കൊണ്ടുള്ള അടിക്കുറിപ്പുകളാണ്, അതൊന്നും പാടില്ല എന്ന നിലക്ക് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ മുഹമ്മദ് നസീബ് റിഫായി തിരിച്ചു ചോദിച്ചു, ഇവിടെ പല കമ്മ്യൂണിസ്റ്റിന്റെയും പല വിഴച്ചവാദങ്ങളുടെയും കിതാബുകൾ അടിച്ചിറക്കി വിതരണം ചെയ്യപ്പെടുന്നുണ്ടല്ലോ, സലഫുകളുടെ ഉദ്ധരണിയായിട്ടുള്ള ഖുർആന്റെ തഫ്സീർ അടിച്ചിറക്കാൻ എന്താണ് പ്രശ്നം എന്ന നിലക്ക് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ മുഫ്തി പറഞ്ഞു, നിനക്ക് എത്ര വിമുഖത ഉണ്ടായാലും അതുപോലുള്ള കിതാബുകൾ ഇനിയും ഇവിടെ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും എന്ന നിലക്ക്. അങ്ങനെ അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന ഈ ഇനത്തിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടാണ്. ഒരു സമയത്ത് അദ്ദേഹത്തെ ഒരു തണുപ്പുള്ള ഒരു പ്രദേശത്ത് പൂട്ടിയിടുന്ന, ശ്വാസം പോലും ശരിക്കും ലഭിക്കാത്ത സ്ഥലത്ത് 2-3 ദിവസം പൂട്ടിയിടുന്ന, മലമൂത്ര വിസർജനത്തിന് പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത, അതുപോലെ തന്നെ വുളു എടുക്കാൻ വെള്ളം പോലും നൽകാത്ത അവസ്ഥയിൽ പൂട്ടിയിടുകയും അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ബോധം പോകുന്ന അവസ്ഥയിൽ പിന്നീട് വൈദ്യന്മാർ 1 മാസത്തിനുള്ളിൽ മരണപ്പെടാനാണ് സാധ്യത എന്ന് പറയുകയും എല്ലാം ചെയ്ത ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയും അദ്ദേഹം പിന്നീട് ലബനാനിലേക്ക് ദഅവത്തിന് വേണ്ടി പോവുകയുണ്ടായി. 1972 കാലഘട്ടത്തിൽ ലബനാനിലേക്ക് പോയി. പിന്നീട് 1975 ശേഷം ലബനാനിൽ സിവിൽ വാർ തുടങ്ങിയ സമയത്ത് അവിടുന്ന് അദ്ദേഹം തിരിച്ച് സൗദിയിലേക്ക് പിന്നീട് പോവുകയും അവിടെ ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും പിന്നീട് 1-2 വർഷങ്ങൾക്ക് ശേഷം ജോർദാനിലേക്ക് ദഅവത്തിന് വേണ്ടി അഥവാ സൗദിയുടെ ദഅവ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൗഹീദിന്റെ പ്രബോധനത്തിൽ അവർ പറഞ്ഞയക്കുന്ന ആള് എന്ന നിലക്ക് എല്ലാ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ട് തന്നെ ജോർദാനിലേക്ക് ദഅവത്തിന് വേണ്ടി നിയോഗിക്കുകയും മബ്ഊസീങ്ങളായിട്ട് ആ രീതിയിൽ അയക്കുകയും
അവിടെ എല്ലാ മസ്ജിദുകളിലും പോയി തന്നെ അദ്ദേഹം ദഅവത്ത് നടത്തുകയും ഈ തൗഹീദ് പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്തു. ധാരാളം ഇതുപോലെ പിഴച്ച വാദക്കാരുമായിട്ട് പലതരത്തിലുള്ള സംവാദങ്ങളും അതുപോലെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. പിന്നീട് 1992 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം രാത്രി നിസ്കാരത്തിന് ശേഷം ഫജറിന് വേണ്ടി ഒന്നുകൂടി വുളു എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വുളു എടുക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് തയമ്മും ചെയ്യാൻ വേണ്ടി മണ്ണിൽ കൈയെടുത്ത് തയമ്മും ചെയ്യുന്നതിനിടയിൽ ആ ഇരുത്തത്തിൽ തന്നെ മരണപ്പെടുകയും പിന്നീട് മക്കൾ വന്ന് നോക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ജനാസ ശരീരം ചിരി തൂങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞത് കാണാം. അദ്ദേഹം 1992 മരണപ്പെടുമ്പോൾ അതിനു മുമ്പ് ഒരു വർഷം മുമ്പ് 1991 തന്നെ അദ്ദേഹം വസീയത്തുകൾ, അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന നിലക്ക് വസീയത്തുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വസീയത്തിൽ ധാരാളം 9 10 അല്ലെങ്കിൽ അതിലേറെ കാര്യങ്ങൾ എണ്ണി അദ്ദേഹം പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ 19 കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. അതെല്ലാം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണശേഷം എങ്ങനെയായിരിക്കണം മയ്യത്ത് ജനാസ കൊണ്ടുപോകേണ്ടത്, സുന്നത്തായ രീതി എന്താണ്, അതുപോലെയുള്ള കാര്യങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും അദ്ദേഹം വളരെ സുദീർഘമാകും, അതുകൊണ്ട് തന്നെ പറയുന്നില്ല, വായിക്കുന്നില്ല. ഓരോ കാര്യങ്ങളും എണ്ണിക്കൊണ്ട് അദ്ദേഹം വസിയത്തായിക്കൊണ്ട് എഴുതി വെച്ചിരുന്നു എന്നും കാണാം. അപ്പോൾ ഇതാണ് മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുല്ലാ. സിറിയയിൽ, ഷാമിൽ, ഹലബിൽ ഈ തൗഹീദിന്റെ പ്രബോധനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള, വലിയ ത്യാഗം സഹിച്ചിട്ടുള്ള, വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഷെയ്ഖ് അൽബാനി ശിഷ്യനാണെന്ന് പറയാവുന്ന, അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുള്ള. അദ്ദേഹം ധാരാളം വേറെയും കിതാബുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അധികവും ഈ ഒരു രീതിയിൽ സലഫുകളുടെ നെഹ്ജിനെ പ്രകടമാക്കുന്ന, അതുപോലെ തസവുഫിന്റെ പിഴച്ച ഖുറാഫാത്തുകളെയും ബിദ്അത്തുകളെയും എതിർക്കുന്ന രീതിയിലുള്ള കിതാബുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതാണ് മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുള്ളയുടെ ജീവചരിത്രത്തിലെ ഒരു ചുരുക്കവും അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും. ഇനി ഈ തഫ്സീറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വായിക്കുന്ന തഫ്സീറുൽ വാദിഹ് അലാ നഹ്ജി സലഫി സ്വാലിഹ് എന്നുള്ളത്, തഫ്സീറുൽ വാദിഹ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തഫ്സീർ അലാ നഹ്ജി സലഫി സ്വാലിഹ്, സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നെഹ്ജിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു തഫ്സീർ എന്ന പേര്. ഈ തഫ്സീറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കുകളാണ്, എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലുള്ളതാണ്. ആയത്തുകളെ മുറിച്ചിട്ടാണ് തഫ്സീർ ചെയ്തിട്ടുള്ളത്. അഥവാ ചില തഫ്സീറുകൾ ആയത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ, ഭാഷാപരമായിട്ട് ആയത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ വിശദീകരിച്ച് വരുന്ന രീതിയിലാണ് ഈ തഫ്സീർ മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുള്ള എഴുതിയിട്ടുള്ളത്. പിന്നെ എവിടെയൊക്കെയാണോ സലഫുകളുടെ അഖീദയെ പറ്റി പരാമർശിക്കുന്നത്, അല്ലെങ്കിൽ സലഫുകളുടെ നെഹ്ജിനെ പറ്റി പരാമർശിക്കുന്നത്, സുന്നത്തിന്റെ പ്രാധാന്യത്തെ പരാമർശിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന തെളിവുകളുടെയും ദലീലുകളുടെയും സന്ദർഭങ്ങളിലെല്ലാം ആ ഒരു വിഷയം വിശദീകരിച്ചുകൊണ്ട് എന്താണ് സലഫി മൻഹജ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട്, സലഫി അഖീദ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രീതിയിലാണ് ഈ തഫ്സീർ എഴുതിയിട്ടുള്ളത്. വായിക്കുമ്പോൾ മനസ്സിലാവും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു നാമം വരുന്നുണ്ടെങ്കിൽ, വിശേഷണം വരുന്നുണ്ടെങ്കിൽ, അതിൽ പിഴച്ച ആളുകളുടെ വാദം എന്താണ് ശരിയായി മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ തൗഹീദിന്റെ ഭാഗത്ത് തൗഹീദിന്റെ പ്രാധാന്യം, വിദഅത്തിനുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൊണ്ട് വിശദീകരിച്ചിട്ട് ആ രീതിയിലാണ് ഈ തഫ്സീർ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ആരംഭിക്കാം. ഒരു ആയത്തെങ്കിലും ഒന്ന് ആരംഭിച്ചു വെക്കാം. നമ്മൾ ആരംഭിക്കുന്നത്, ആദ്യം വായിക്കുന്നത് സൂറത്തു ഖാഫ് ആണ്. സൂറത്തു ഖാഫ് ആണ് വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തു ഖാഫ് ആണ് നമ്മൾ ആദ്യം ആരംഭിക്കുന്നത്. ആരംഭിക്കാനുള്ള ഉദ്ദേശവും ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും നമ്മൾ പറഞ്ഞു. കാരണം ഏറ്റവും അധികം നമ്മൾ പാരായണം ചെയ്യുന്ന, നിസ്കാരങ്ങളിൽ കേൾക്കുന്ന സൂറത്തുകൾ ആണ് ഇതിന് ശേഷമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തഫ്സീർ പഠിക്കുന്നതിൻ്റെ ഒരു സമറത്ത് എന്താണ്, ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ഉപകരിക്കുന്ന, നമ്മളധികം കേൾക്കാൻ സാധ്യതയുള്ള, ചിന്തിക്കാൻ സാധ്യതയുള്ള, അതുപോലെ തന്നെ പരലോകത്തെ ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുകളായതുകൊണ്ടാണ് ഈ സൂറത്തുകളെ തിരഞ്ഞെടുത്തത്. സൂറത്ത് ഖാഫ്, ഇതിൽ മുഹമ്മദ് നസീബ് റിഫാഇ തഫ്സീറിന്റെ ഒരു പ്രത്യേകത, ഓരോ സൂറത്തിന്റെയും ആരംഭത്തിൽ അത് മക്കിയാണോ മദനിയാണോ എന്നുള്ളതിനെ പരാമർശിക്കും. അതുപോലെ തന്നെ അത് ഏത് സൂറത്തിന്റെ ശേഷമാണ് ഇറങ്ങിയിട്ടുള്ളത്, അതോ സൂറത്ത് ഇറങ്ങിയ ഒരു ഓർഡർ ഉണ്ടാവുമല്ലോ, ഖുറാനിന്റെ ഓർഡർ അല്ലാതെ ഇറങ്ങിയ ഓർഡർ ഉണ്ടാവും. ആ ഓർഡർ അനുസരിച്ച് ഏതിനു ശേഷമാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത് എന്ന നിലക്ക് ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ ഓരോ സൂറത്തിന്റെ തഫ്സീറും മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ളത്. അപ്പൊ സൂറത്ത് ഖാഫിന്റെ ആരംഭത്തിൽ പറയുന്നു, മക്കിയത്തുൻ ഇലൽ ആയ
38 ആയത്ത് വരെ, സമാരി സലാസൂൻ 38 ആയത്ത് വരെ മക്കിയാണ്. മൊത്തം 45 ആയത്തുകളാണ് സൂറത്ത് ഖാഫിലുള്ളത്. അതിൽ 38 ആയത്ത് വരെയുള്ളത് മക്കിയാണ്. ഫമദനിയ ഇലായ 38 വരെ അല്ലേ? അഫൻ ഇല്ലൽ ആയ 38 ഒഴികെ ഇല്ല എന്നല്ല, ഇല്ല 38 ആയത്ത് ഒഴികെ ബാക്കിയുള്ളതൊക്കെ മക്കിയാണ്. 38 ആയത്ത് മാത്രം മദനിയാണ്. ആയത്തുഹ 45 ആയത്തുകളാണ് ഈ സൂറത്തിനുള്ളത്. അപ്പോ ഈ മക്കിയായ സൂറത്ത് മദനിയായ സൂറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് മക്കിയായ സൂറത്ത് മദനിയായ സൂറത്ത് പറഞ്ഞാൽ. ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയത് ഏതാണ്? മക്കിയായ സൂറത്തും ഹിജ്റക്ക് ശേഷം ഇറങ്ങിയത് മദനിയായ സൂറത്തും അല്ലേ? അത് മക്കയിൽ അവതരിച്ചതാണെങ്കിലും ആ സൂറത്ത് എന്താണ്? മദനിയായ സൂറത്തും ആയത്തുകളുമാണ്. അപ്പൊ 45 ആയത്തുകളാണ് ഈ സൂറത്തുള്ളത്. നസലത് ബഅദൽ മുർസലാത്ത്, ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് സൂറത്തുൽ മുർസലാത്തിന് ശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് മുർസലാത്തിന് ശേഷമാണ്. ഭൂരിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലല്ല. ഭൂരിഭാഗം ആയത്തുകളും അങ്ങനെയാണ്. ഒരായത്ത് മാത്രം, ചില സൂറത്തിന്റെ പകുതി ആയത്ത് മക്കി പകുതി മദനി അങ്ങനെയൊക്കെ വേറിട്ട് വരാറുണ്ട്. അപ്പൊ അതിന്റെ ഭൂരിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവെ ഇങ്ങനെ പറയാറുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഇതിന്റെ രീതി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആയത്തിന്റെ ഇടയിലൂടെയാണ് തഫ്സീർ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ധാരാളം തഫ്സീറുകൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ആയത്ത് പറഞ്ഞ് അതിനുശേഷം അതിന്റെ തഫ്സീർ എഴുതുന്ന രീതിയാണ് ഉണ്ടാവുക. ഇവിടെ ഒരു ആയത്തിന്റെ ഇടയിലൂടെ തന്നെ തഫ്സീർ പറയുന്നുണ്ട്. അപ്പൊ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്നുള്ള ആയത്ത്, ഖാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയിലെ ഒരു അക്ഷരമാണ്. വൽ ഖുർആനിൽ മജീദ് എന്ന് പറഞ്ഞാൽ ഖസ്മാണ്, അഥവാ സത്യം ചെയ്ത് പറയുകയാണ്. മജീദ് എന്ന് പറഞ്ഞാൽ മഹത്തരമായ എന്നുള്ള അർത്ഥത്തിൽ ഖുർആനിനെ തൊട്ട് സത്യം ചെയ്ത് പറയുകയാണ്. ഖാഫ് ഹർഫും മിനൽ അഹ്റുഫിൽ മുഖത്തഅ അല്ലതി ഇഫ്തതഹ അല്ലാഹു ഫീഹാ അവാഇല ബഅദ് സുവർ. ഖാഫ് എന്നുള്ള ഈ വാക്ക് അത് ഹർഫുൽ മുഖത്തഅ എന്ന് പറഞ്ഞാൽ ചില ആയത്തുകളെ, ചില സൂറത്തുകളെ ചില ഹർഫുകൾ കൊണ്ട് മാത്രം ആരംഭിക്കുന്നുണ്ട്. ഖുർആനിലെ ആരംഭത്തിൽ പല സൂറത്തുകൾ കാണാം. സൂറത്തുൽ ബഖറയിലുണ്ട്, സൂറത്തുൽ നംലിലുണ്ട്, സൂറത്തുൽ മറിയമിലുണ്ട്. ചില അക്ഷരങ്ങളെ കൊണ്ട് മാത്രം, അതിന് പൊതുവായി പറയുന്നതാണ്. അതിന്റെ ഹിക്മത്ത് എന്താണ് എന്നുള്ളത് അല്ലാഹു അലം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാം. പക്ഷെ അത് ഖുർആനിലെ ആയത്തുകളാണെങ്കിൽ അറബി ഭാഷയിലെ വാക്കുകളാണ് എന്ന നിലക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ പല സൂറത്തുകളെയും ഇത് ആരംഭിച്ചിട്ടുണ്ട് ഈ നിലക്ക്. വൽ ഖുർആനിൽ മജീദ്, ഖുർആനിൽ മജീദ് എന്നുള്ള മഹത്തരമായ ഖുർആൻ തന്നെയാണ് സത്യം എന്ന നിലക്ക്. ഖസ്മുൻ ബിൽ ഖുർആനിൽ കരീം അലാ സാഇരിൽ കുതുബ്, മറ്റുള്ള കിതാബുകളെ എല്ലാം അല്ലെങ്കിൽ മറ്റുള്ള കിതാബുകളെക്കാളെല്ലാം ഖുർആനിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്. ഖുർആൻ എന്നുള്ളത് നമുക്കറിയാം മറ്റുള്ള കിതാബുകളെല്ലാം നസ്ഖ് ചെയ്യുന്ന, അതിൻ്റെ അഹ്കാമുകളെ നസ്ഖ് ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത്. അവസാനം ഇറങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ കിതാബാണ്. അപ്പോൾ അതിൽ സത്യം ചെയ്ത് പറയുകയാണ്. വജവാബുൽ ഖസ്മി ഹുവ മദ്മൂനുൽ കലാമി ബഅദൽ ഖസ്ം വഹുവ ഇസ്ബാത്തുൻ നുബുവ. സാധാരണഗതിയിൽ അറബി ഭാഷയിൽ സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വാക്കുകൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സത്യം ചെയ്ത് പറയുന്നത് അതിനോട് തുടർന്നുകൊണ്ട് വരും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാഹി ലാ ഫഅലന്ന കദാ, അല്ലാഹു ആണ് ഞാൻ ഇന്ന കാര്യം ചെയ്യും. അപ്പോൾ വല്ലാഹി എന്ന ഖസ്മിന് ശേഷം ലാ ഫഅലന്ന കദാ എന്ന് പറഞ്ഞാൽ ജവാബുൽ ഖസ്ം എന്ന് അറബി ഭാഷയിൽ പറയും. എന്താണോ കാര്യം അത് ആ കാര്യം. അപ്പോൾ ഇതിൽ വൽ ഖുർആനിൽ മജീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന് തുടർന്ന് വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ് അവിടെ അതിന്റെ ജവാബ് എന്താണ്? അത് അതിനോട് ചേർന്ന് വരുന്ന ഈ സൂറത്തിൽ ബാക്കി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്തെല്ലാം കാര്യങ്ങളാണ്? ഇസ്ബാത്തുൻ നുബുവ, നുബുവത്തിനെ സ്ഥിരപ്പെടുത്തുന്ന കാര്യങ്ങൾ തുടർന്ന് വരുന്നുണ്ട്. വഇസ്ബാത്തുൽ മആദി വതഖരീരിഹി വതഹഖീഖിഹി വഇല്ലം യകുനിൽ ഖസ്മു യതലഖാ ലഫ്വൻ. അതുപോലെ തന്നെ പരലോകത്തെ സ്ഥിരപ്പെടുത്തുന്ന, പരലോകത്തിനെ സത്യപ്പെടുത്തുന്ന, അതിന്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തി തരുന്ന അതുപോലുള്ള ധാരാളം കാര്യങ്ങൾ വാക്കുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ സൂറത്തിന്റെ ബാക്കിയിൽ അതാണ് ചർച്ച. അതുകൊണ്ട് അതാണ് അതിന്റെ ജവാബ്. ഫഹാദ കസീറുൻ ഫി അഖ്സാമിൽ ഖുർആൻ. ഇത് ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ധാരാളം കാര്യങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അഥവാ ഖുർആനിന്റെ ഒരു രീതിയാണ് എന്ത്, ഈ നിലക്ക്
സത്യം ചെയ്ത് പറഞ്ഞ് കൃത്യമായി അതിന് ശേഷം എന്താണ് ജവാബ് എന്ന് പറയാതെ വിശദീകരിച്ച് പറയുക എന്നുള്ളത് ഖുർആനിൻ്റെ രീതിയാണ് എന്ന് ഇതിൻ്റെ ആരംഭത്തിൽ പറയുകയാണ്. അപ്പോൾ ഖുർആൻ മജീദ് എന്ന് സത്യം ചെയ്ത് പറയുന്നത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തുകളെല്ലാം അടുത്ത ആഴ്ചകളിൽ ദർസുകളിൽ നമുക്ക് നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.